لله. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമ വ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അനുസരിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസി സമൂഹം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തെ വരവേൽക്കാൻ പോവുകയാണ്. ലക്ഷോപലക്ഷം വിശ്വാസി സമൂഹം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പരിശുദ്ധ ഹറമിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സൗഹൃദത്തിലും നമ്മുടെ പരിചയത്തിലുമുള്ള പലർക്കും ആ ഭാഗ്യം ലഭിക്കുകയും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അവരിൽ പലരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ ലക്ഷോപലക്ഷം ജനങ്ങൾ അള്ളാഹുവിൻ്റെ ആദ്യഭവനമായ പരിശുദ്ധ കഅബയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പരിശുദ്ധ മക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് യാത്ര ആരംഭിക്കുന്നു. പലരും അവിടെ എത്തിയിരിക്കുന്നു. ഞാനും നിങ്ങളും അത്തരം അള്ളാഹുവിൻ്റെ അതിഥികളെ യാത്ര അയച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ സമയത്ത് ആ വലിയ സൗഭാഗ്യം ലഭിച്ച ആളുകൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും ലോകത്ത് വലിയ യുദ്ധാന്തരീക്ഷങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ സമയത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ സമാധാനത്തിലും സന്തോഷത്തിലും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ നമ്മളിൽ നിന്നും യാത്ര ചെയ്തു പോയ എല്ലാ ഹാജിമാർക്കും അള്ളാഹു സൗഭാഗ്യം കൊടുക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പരിശുദ്ധ ഹറമിൽ എത്തുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കിടന്നുറങ്ങുമ്പോഴും ഉണർന്നെഴുന്നേൽക്കുമ്പോഴുമുള്ള കിനാവായി മാറണം എന്നാണ് ഇസ്ലാം പറയുന്നത്. സാധാരണഗതിയിൽ അതിൻ്റെ ഫിഖ്ഹ് അറിയുന്ന കേരളീയരായ നമുക്ക് ഹജ്ജ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തേതായതുകൊണ്ടും അത് കഴിവുള്ളവർക്ക് മാത്രം നിർബന്ധമായ ഒന്നായതുകൊണ്ടും പലപ്പോഴും ആളുകൾ നമസ്കാരം പോലെയോ നോമ്പ് പോലെയോ ഹജ്ജിനെ കുറിച്ചിട്ടുള്ള ആഗ്രഹവും സ്വപ്നവും നമുക്കിടയിൽ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളൊരു ആത്മ ആലോചന നമുക്കൊക്കെ നടത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ എന്ന് പറയുന്നുണ്ട്. ആ ആയത്താണ് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ മുഴുവൻ മനുഷ്യരെയും വിശ്വാസികളെയും അള്ളാഹു ക്ഷണിക്കുന്നു എന്നതിന് തെളിവായിട്ട് ഖുർആനിൽ എന്ന് പറയുന്ന ആയത്ത് അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന വിശ്വാസി സമൂഹം അവര് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ത്യാഗങ്ങൾ സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച്, ഒരുപാട് നാളത്തെ അധ്വാനങ്ങൾ സഹിച്ച് ഒക്കെ കഷ്ടപ്പെട്ട് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ത്യാഗം സഹിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അവിടെ എത്തുന്നതാണ്. ആ എത്തുന്നത് 4000 വർഷം മുമ്പ് അള്ളാഹു മനുഷ്യരെ വിശ്വാസികളെ വിളിച്ചപ്പം പടച്ചോനെ ഞാൻ ആ വിശ്വാസം, ആ വിളി ഏറ്റെടുക്കാനും ആ വിളിക്ക് ഉത്തരം നൽകാനും ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ്. പക്ഷെ അതിന് നിബന്ധന ഉണ്ട് എന്ന് മാത്രം. നിസ്കാരത്തിനും നിബന്ധന ഉണ്ട്. എല്ലാവർക്കും നിസ്കാരം നിർബന്ധമല്ലല്ലോ. നിസ്കരിക്കാനും നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? അവർക്ക് പ്രായപൂർത്തിയാകണം, അവന് ബുദ്ധി ഉണ്ടാവണം, കാര്യബോധം ഉണ്ടാവണം, ശുദ്ധി ഉണ്ടാവണം. ഇതൊക്കെ നിസ്കാരത്തിന്റെ ഷർത്തുകളാണ്. അപ്പൊ അങ്ങനെ നിബന്ധനകൾക്ക് അടിസ്ഥാനത്തിലാണ് എനിക്ക് നിസ്കാരം നിർബന്ധമാകുന്നത് പോലെ തന്നെ ഹജ്ജും എനിക്ക് നിർബന്ധം തന്നെയാണ്. ഞാൻ ആരാണെങ്കിലും ശരി. പക്ഷെ അതിന് നിബന്ധനയുണ്ട്. എന്താണ്? മനിഷ്തതാ ഇലൈഹി സബീല എന്നതാണ് നിബന്ധന. മനിഷ്തതാ ഇലൈഹി സബീല എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത്, മദീനയില്, മക്കയില് അവിടെ എത്താൻ നിനക്ക് യാത്രാ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുക. 2, നിന്റെ സാമ്പത്തിക ശേഷി അവിടെ പോകാനുള്ള യാത്രാ ചെലവുകൾ വഹിക്കാൻ നീ സാമ്പത്തികമായി റെഡിയാണ് എന്ന നിബന്ധനയാണ്. ആരോഗ്യപരമായി യാത്ര ചെയ്യാനൊന്നും എനിക്കൊരു പ്രയാസമില്ല എന്നൊരാൾക്ക് തോന്നിയാൽ, എങ്ങനെയാണോ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വരുന്നത്, എങ്ങനെയാണോ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമാക്ക് പോകണം എന്ന ബോധ്യത്തോടു കൂടി രാവിലെ മുതലേ അതിനുള്ള സമയക്രമീകരണങ്ങൾ നമ്മൾ നടത്തുന്നത്, അതുപോലെ സ്വാഭാവികമായും സംഭവിക്കേണ്ട ഒന്നാണ് എനിക്ക് ഹജ്ജ് ചെയ്യാൻ സമയമായി എന്ന തോന്നലും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹവും. രാത്രി കടന്നുറങ്ങുമ്പോൾ നമ്മൾ സുബഹിക്ക് എഴുന്നേൽക്കണം എന്നാഗ്രഹിച്ച് കിടക്കുന്നത് പോലെ രാവിലെ എഴുന്നേൽക്കേണ്ട സമയത്ത് അലാം ഇല്ലെങ്കിൽ പോലും എന്റെ ശീലങ്ങൾ അല്ലെങ്കിൽ സുബഹിക്ക് എഴുന്നേൽക്കണം എന്നെന്റെ ആഗ്രഹം ഒരുപക്ഷെ നമ്മൾ എഴുന്നേൽപ്പിക്കാറുണ്ട്. ചില സമയത്തുള്ള നമ്മുടെ ടൈം സ്കെഡ്യൂളിങ്ങിൽ മെന്റലി ഉള്ള നമ്മുടെ പ്രിപ്പറേഷൻ, അലാം ഇല്ലെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും എഴുന്നേറ്റിട്ടുണ്ട്. 4 മണിക്ക് എഴുന്നേൽക്കുന്ന നമ്മൾ ചില സാഹചര്യങ്ങളിൽ 3 മണിക്ക് എഴുന്നേൽക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ പേരിൽ അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ സ്വാഭാവികമായും പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും വളരെ ശക്തമായി ആഗ്രഹിക്കേണ്ട, തീവ്രമായി ആഗ്രഹിക്കേണ്ട ഒന്നാണ് എൻ്റെ അള്ളാഹുവിന്റെ, എൻ്റെ ഹബീബിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഹാജറ ബീവിയുടെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാൽപാദങ്ങൾ ഉണ്ടായ, ചരിത്ര സംഭവങ്ങൾ ഉണ്ടായ, ഒരുപാട് ഇസ്ലാമിന്റെ നാഗരിക വിപ്ലവങ്ങൾ ഉണ്ടായ, ഇസ്ലാമിന്റെ സാമൂഹിക സ്ട്രക്ചറുകൾക്ക് നേതൃത്വം നൽകിയ, ഇസ്ലാമിന്റെ രാഷ്ട്രീയപരമായ ഉയർച്ചയ്ക്ക് സാക്ഷിയായ ആ മക്കയുടെയും മദീനയുടെയും പരിസരങ്ങളിൽ എനിക്കെത്തണം എന്ന് ഓരോ വിശ്വാസിയുടെയും, ഞാൻ പറഞ്ഞതുപോലെ കിടന്നുറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഉണ്ടാകേണ്ട ആഗ്രഹമാണ്.
എത്രയോ ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് സാഹചര്യങ്ങൾ ശരിയാവുന്നില്ല. രാവും പകലും വ്യത്യാസമില്ലാതെ കൊതിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിൽ വരുന്ന കുറിപ്പുകളിൽ ഒരു ഉത്തരേന്ത്യൻ സ്ത്രീ എഴുതിയ ചെറിയൊരു കുറിപ്പുണ്ട്. ഹജ്ജ് അനുഭവവുമായി ബന്ധപ്പെട്ട ഇതൊരു കുറിപ്പാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ സ്ത്രീ എഴുതുകയാണ്, എനിക്കിന്ന് 70 വയസ്സായി. 70ാമത്തെ വയസ്സിലാണ് പടച്ചവൻ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത്. പക്ഷെ ആ 70ാമത്തെ വയസ്സിൽ സ്വാഭാവികമായിട്ടും സംഭവിച്ച ഹജ്ജല്ല. ഞാൻ 40 കൊല്ലം പണിയെടുത്തിട്ടുണ്ടാക്കിയ 40 വർഷം തുടർച്ചയായി പണിയെടുത്ത് ആ പണിയെടുത്ത് കിട്ടുന്ന പൈസയിൽ നിന്നും ദൈനംദിന ചെലവുകൾക്കുള്ള പൈസ മാറ്റിവെച്ച് ചെറിയ തുക സേവ് ചെയ്യാൻ പറ്റുന്നത് സേവ് ചെയ്ത് വെച്ച് 40 വർഷത്തിലെ ഓരോ ദിവസവും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എന്റെ സ്വപ്നം പരിശുദ്ധ ഹജ്ജ് ചെയ്യണമെന്നാണ്. അത് എന്നെ കൊണ്ട് ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് എന്നെ കൊണ്ട് സാധിച്ചു എന്ന് ഒരു അനുഭവം എഴുതുമ്പോൾ ഞാനും നിങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു ധാരണ ബോധപൂർവം നമ്മൾ മാറ്റേണ്ടതുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രായത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കാത്തേക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിലെ മനിസ്തതാഇലൈഹി സബീല എന്നുള്ളൊരു നിബന്ധന, ഹജ്ജ് ആർക്കാണ് നിർബന്ധം എന്നുള്ളതിന്റെ നിബന്ധന നമ്മൾ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ നിബന്ധന എന്ന് പറയുന്നത് നേരത്തെ നിസ്കാരത്തിന് നിബന്ധന ഉള്ളതുപോലെ, നോമ്പനുഷ്ഠിക്കാൻ നിബന്ധന ഉള്ളതുപോലെ, സക്കാത്ത് കൊടുക്കാൻ ഞാൻ എപ്പോഴാണ് അർഹനാകുന്നത് എന്നതിനും നിബന്ധന ഉള്ളതുപോലെ ഹജ്ജിനും നിബന്ധന ഉണ്ടെന്ന് മാത്രം. സാധാരണ നമ്മൾ വിചാരിച്ചു പോയത് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു പോയത്, അതല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ നമ്മളെ പഠിപ്പിച്ചത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ എത്രയോ രൂപയുടെ, എത്രയോ ലക്ഷങ്ങളുടെ, കോടികളുടെ സേവിങ്സ് ആകണം. ഒന്ന്. രണ്ടാമത്തേത്, അതങ്ങനെ ഏതെങ്കിലും പ്രായത്തോ, ഒരു പ്രായം കഴിഞ്ഞാൽ എനിക്ക് ബാക്കി എല്ലാ നാട്ടിലെ എൻഗേജ്മെന്റ്സ് ഒക്കെ മാറി ഞാൻ എല്ലാ റിട്ടയർമെന്റ് ലൈഫിൽ എന്റെ എല്ലാ വിശ്രമ സമയത്ത് ഞാൻ ചെയ്യേണ്ട ഒന്നായി എനിക്ക് മക്കളും പേരമക്കളൊക്കെ ആകുമ്പോൾ നാട്ടുകാരൊക്കെ ഹാജി എന്നൊക്കെ വിളിക്കാനുള്ള ഒരു പ്രായവും ഒക്കെ ആകുമ്പോൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് എന്നൊരു തെറ്റിദ്ധാരണ പ്രിയപ്പെട്ടവരെ നമ്മൾ ബോധപൂർവം മാറ്റണം. ഇവിടെയുള്ള IT പ്രൊഫഷനിലോ ബിസിനസ്സിലോ ഉള്ള ചെറുപ്പക്കാർ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ 20ഉം 25ഉം വയസ്സിൽ 3 ലക്ഷം റുപ്യോ 4 ലക്ഷം റുപ്യോ ഒക്കെ സേവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിലേക്ക് പോകുമ്പോൾ 3 ലക്ഷമോ 4 ലക്ഷം രൂപയുടെ ഇടയിൽ മാത്രം ചെലവാക്കുന്ന ഈ സമയത്ത് എന്നെ കൊണ്ട് വിചാരിച്ചാൽ അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമോ സാധിക്കും എന്ന് ചെറുപ്പക്കാര് അല്ലെങ്കിൽ ചെറുപ്പക്കാരികൾ അവർക്ക് ധാരണ ഉണ്ടെങ്കിൽ അവരുടെ സമയമാണ് ഇത്. ബാങ്ക് കേട്ട പള്ളിയിൽ പോകുന്നതുപോലെ പൈസ വന്നാൽ പോകേണ്ട ഒന്നാണ്, ആരോഗ്യം ഉണ്ടെങ്കിൽ പോകേണ്ട ഒന്നാണ്. അത്ര സ്വാഭാവികമായി അതിനെ കാണാനും അത്ര ഗൗരവത്തിൽ അതിനെടുക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നു. അല്ലാഹു ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അല്ലാഹു പറയാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചല്ലോ. അല്ലാഹു ആണല്ലോ ഈ സൃഷ്ടിപ്പിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ. ആ അല്ലാഹു ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ തന്നെ സൃഷ്ടിച്ചതാണ് അർബഅത്തുൽ ഹുറും. ഒരു വർഷത്തിൽ 12 മാസമുണ്ടെന്നും ആ 12 മാസം തികഴുമ്പോഴാണ് ഒരു വർഷം പൂർത്തിയാകുക എന്നുള്ളതും ആ 12 മാസത്തിൽ 4 മാസം പ്രത്യേകമാണ്, അത് ഹുറുമാണ്, പവിത്രമായ മാസമാണ് എന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന സമയത്ത് അള്ളാഹു സൃഷ്ടിച്ചതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു ദാലികദ്ദീനുൽ ഖയ്യിം, 4 മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ദുൽഹജ്ജ്. ആ ദുൽഹജ്ജ് മാസത്തിന് ഏറ്റവും പവിത്രത കൂടാൻ കാരണം അത് ഹജ്ജിന്റെ മാസമാണ്. ഹജ്ജിന്റെ മാസത്തിന്റെ പേരിൽ പവിത്രത കൂടാൻ കാരണം ഹദീസുകൾ പറയുന്നു, റമളാനിന്റെ അവസാനത്തെ രാത്രി നിങ്ങൾ പവിത്രമായിട്ട് കാണുന്നുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ രാവുകൾ ഉറക്കൊഴിഞ്ഞുകൊണ്ട് പള്ളിയിൽ ഇരിക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് തറാവീഹ് ഒഴിവാക്കാതെ, ഖിയാമുൽ ലൈൽ ഒഴിവാക്കാതെ, ഖുർആൻ പാരായണം ഒഴിവാക്കാതെ നിങ്ങൾ സൂക്ഷ്മമായിരിക്കുന്ന റമളാനിന്റെ രാവ് പോലെ ആണ് ദുൽഹജ്ജിന്റെ പകലെന്ന്. എത്ര മഹത്വവും ഗൗരവവും റമളാനിന്റെ അവസാനത്തെ 10ന്റെ രാത്രിയിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അതേ ഗൗരവം ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള സമയം, അതിൽ അറഫ ദിനത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ. ഇവിടെ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും എന്ന് അല്ലാഹു പറയാണ്. അതുകൊണ്ട് ആ സമയങ്ങളിൽ നിങ്ങൾ ദുൽമ കാണിക്കാൻ പാടില്ല എന്നാണ്.
ആ സമയങ്ങളിൽ ഉൽമ കാണിക്കാൻ പാടില്ല. നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി പോയി. അവരെയൊക്കെ നമ്മളിങ്ങനെ യാത്രാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ ഒട്ടുമിക്ക ആളുകളും പോയി തുടങ്ങി. അവിടെ ആളുകൾ എത്തി, അവർ ആ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴുകി വരികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് അതിനെ കാണുന്നു. തിരിച്ചു വരുമ്പം മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഒരു കുഞ്ഞ് വരുന്നത് പോലെ എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധമായിട്ട് അവർ വരികയാണ്. എന്നിട്ട് നമ്മൾ അവരെ ഹാജി എന്നൊക്കെ വിളിക്കാൻ പോവാൻ, അവരെ ആ അനുഭൂതിയിൽ ജീവിക്കാൻ പോവാൻ, ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാൻ പോവാൻ, അള്ളാഹുവിന്റെ അതിഥിയായി, റഹ്മാനായി, അള്ളാഹുവിൻ ഒരു മനുഷ്യന് ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന, റസൂലുള്ളാഹിന്റെ ഹദീസ് കാണാം, ഒരു മനുഷ്യന് ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അവൻ ഇസ്ലാമാകുക എന്നുള്ളതാണ്. ഇസ്ലാമിനെ തിരിച്ചറിയാൻ പറ്റുക, ഹിദായത്ത് കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അത് ഹജ്ജുൽ മബ്റൂറാണ്. ഒരിക്കലൊരു സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, റസൂൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അമൽ ഏതാണ്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടണം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന അമലും ആയിരിക്കണം. ഏതാണ് അത് എന്ന് ചോദിച്ചപ്പം ഒന്നാമത് പറഞ്ഞത് അത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരാണ്. ഒന്നാമത് പറഞ്ഞത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ ഉണ്ടാകുന്ന വിശ്വാസം. രണ്ടാമത് പറഞ്ഞത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. മൂന്നാമത് പറഞ്ഞത് ഹജ്ജുൽ മബ്റൂറാണ്. എന്ന് പറഞ്ഞാൽ നമ്മെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹുവിന്റെ അതിഥിയായി ഈ പരിശുദ്ധ ഹജ്ജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒരു കൂട്ടം നമ്മളിങ്ങനെ യാത്രയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും ആ അള്ളാഹുവിന്റെ വിളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കാൻ. ഇതിനൊരു വിളിയുണ്ടല്ലോ, ഇതിനൊരു സൗഭാഗ്യം ഉണ്ടല്ലോ, ഒരു തൗഫീഖ് ഉണ്ടല്ലോ. എന്റെ സാമ്പത്തിക ശേഷി, എന്റെ ആരോഗ്യം എല്ലാം കൊണ്ടും ഞാനിങ്ങനെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുകയാണ്. അള്ളാഹു അതിന് സൗഭാഗ്യം തന്നാൽ ഞാൻ പോകാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ അവര് തിരിച്ചു വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത് ഒരു ഹാജിയെ പോലെയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ 10 ദിവസത്തിലൂടെ വിശ്വാസികളെ മുഴുവനും പടച്ചവൻ ശുദ്ധീകരിക്കാൻ. കാരണം അവര് ശുദ്ധീകരിച്ചിട്ട് ഇവിടെ വരുമ്പോ ഇവിടെ മുഴുവനും തിന്മ കലർന്ന അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല. ഇവിടെയുള്ള സാഹചര്യവും ഇവിടെയുള്ള അവരുടെ സൗഹൃദങ്ങളും കുടുംബങ്ങളും, ബാപ്പയും ഉമ്മയുമാണ് ഹജ്ജിന് പോയതെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്ക് മക്കളും ഹാജിമാരായിരിക്കണം. ആ വീട്ടിന്റെ അന്തരീക്ഷം ഹജ്ജ് ചെയ്ത ആളുകളെ സ്പേസ് ചെയ്യാൻ, അവരെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാക്കി അതിനെ മാറ്റണം. മലിനമായ എല്ലാ അന്തരീക്ഷങ്ങളും മാറ്റണം. മലിനമായ മാനസികാവസ്ഥകൾ മാറ്റണം. ഹജ്ജിന് ആത്മീയപരമായ ഒരുപാട് സന്ദേശങ്ങൾ ലോകത്തിന് കൊടുക്കുന്നത് പോലെ ഹജ്ജിന് മനുഷ്യത്വത്തിന്റെ സന്ദേശം, മാനവികതയുടെ സന്ദേശം, സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ സന്ദേശം, ലോകത്തുണ്ടാകേണ്ട മനുഷ്യരുടെ സൗഹാർദ്ദത്തിന്റെ സന്ദേശമൊക്കെ ഹജ്ജ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. എന്റെയും നിങ്ങളുടെയും ഹജ്ജ് ആ കുടുംബാംഗങ്ങളെ യാത്ര അയച്ചിട്ട് അവര് തിരിച്ചു വരുന്ന സമയത്തിനുള്ളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം വിശുദ്ധമാകണം. ഖുർആൻ പറയുന്നു, ഫലാ തദ്ലിമു ഫീഹിൻ അൻഫുസകും. ഈ മാസങ്ങളിൽ അർബഅത്തുൽ ഹുറും ഉണ്ടല്ലോ, 2 അഭിപ്രായങ്ങളുണ്ട് തഫ്സീറിന്റെ പണ്ഡിതന്മാർക്കിടയിൽ. മിൻഹ അർബഅത്തുൽ ഹുറും എന്ന് പറയുന്നത് ഫലാ തദ്ലിമു ഫീഹിൻ അൻഫുസകും, നിങ്ങൾ ആ സമയങ്ങളിൽ ദുൽമ് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന 4 മാസത്തെ കുറിച്ചാണോ പറയുന്നത്? അതല്ല, അതിന് തൊട്ട് മുമ്പ് സൂചിപ്പിച്ച 12 മാസം എന്ന് പറഞ്ഞ ഒരു വർഷം, അതിനെ കുറിച്ചിട്ടാണോ പറയുന്നത് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് അഭിപ്രായമാണെങ്കിലും അതിന്റെ ആശയത്തിലേക്ക് വരുന്നത് ഒരേ ഒരു സൂചികയാണ്, അത് ഹൃദയം ശുദ്ധിയാകുക. ഫലാ തദ്ലിമു ഫീഹിൻ അൻഫുസകും, നിങ്ങൾ ഈ മാസങ്ങളിൽ ദുൽമ കാണിക്കാൻ പാടില്ല. അപ്പൊ ദുൽമ കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ദുൽമ, എന്താണ് അക്രമം? ആ ദുൽമ എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ കരുതുന്നത് പോലെ അപകടകരമായ ഹറാമുകൾ ചെയ്യാതിരിക്കൽ മാത്രമല്ല, നന്മയോട് നിങ്ങൾ അലസത കാണിക്കാൻ പാടില്ല എന്നും കൂടെ അതിന് അർത്ഥമുണ്ട്. നമ്മളൊരു പക്ഷെ ഹറാമ് ചെയ്യുന്നുണ്ടാവില്ല, ഒരു പക്ഷെ ഹറാമിൽ നിന്നും പരമാവധി സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും. കറാഹത്ത് പോലും പടച്ചോനെ എന്റെ ഭാഗത്ത് നിന്ന് വരാതിരിക്കണേ എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ നന്മയോട് നിങ്ങൾ ചെറുതായി കാണിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, പടച്ചവനെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ ഒരുക്കിയ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന് പല കാറ്റഗറിയാണ്, പല ദർജയാണ്. ശുഹദാക്കൾക്കുള്ള കാറ്റഗറി അല്ല നിസ്കാരക്കാർക്ക് ഉണ്ടാകുക, നിസ്കാരക്കാർക്കുള്ള കാറ്റഗറി അല്ല തഖ്വയുള്ള ആളുകൾക്ക് ഉണ്ടാകുക. ഇങ്ങനെ ഓരോരുത്തർക്കും, നോമ്പുകാർക്ക് വേറൊരു എൻട്രി ആണ് എന്ന് നമ്മൾ റമദാനിൽ കേട്ടിട്ടുണ്ട്.
എന്ന് പറയുമ്പോൾ തന്നെ അത് വ്യത്യസ്ത കാറ്റഗറിയിലാണ് ഉണ്ടാവുക. അപ്പം ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കാനാണ് റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ സ്വർഗത്തിൽ ഏതെങ്കിലും മൂലയ്ക്ക് എന്നെ പടച്ചോനെ കയറ്റണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പടച്ചോനെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് തന്നെ പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്താനുള്ള ഒരു നന്മ പോലും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുകൂടി ആലോചിക്കുന്നതിനെയാണ് എന്ന് പറയാം. നിങ്ങൾ ആ മാസങ്ങളിൽ അക്രമം കാണിക്കാൻ പാടില്ല, സ്വയം അക്രമം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാനുള്ള അവസരം ബോധപൂർവം നഷ്ടപ്പെടുത്താൻ പാടില്ല. ചെറിയ ചെറിയ നന്മകൾ പോലും ചെറുതായി കാണാൻ പാടില്ല. നിങ്ങൾ എത്ര ചെറുതായി കാണുന്ന നന്മയും ഒരു പക്ഷേ നിങ്ങൾ കാണുന്നതിനേക്കാൾ വലുപ്പം പഠിച്ചുണ്ടാവും എന്ന് പറയുന്നത് പോലെ വളരെ സൂക്ഷ്മമായി ജീവിക്കേണ്ട, വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട ദിവസങ്ങളാണ് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ നമുക്ക് വരാൻ പോകുന്നത്. ദുൽഹജ്ജിന്റെ പവിത്രമായ സമയങ്ങളാണ്. ദുൽഹജ്ജിന്റെ പകലില് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ഒന്ന്, പരമാവധി പടച്ചവനുമായി ബന്ധം സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ പരമാവധി നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കാം. റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ഒരു ഈമാനിന്റെ ഊർജ്ജം, അതൊരു പക്ഷെ നഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയത്തായിരിക്കും നമ്മളിൽ പലരും ഉണ്ടാകുക. നമ്മളുടെ ജീവിത സാഹചര്യം, നമ്മളുടെ തിരക്കുകൾ, അതൊക്കെ ആയിരിക്കും ഒരു പക്ഷെ നമ്മൾ കാരണങ്ങളായിട്ട് പറയാം. അതിന് റീസ്റ്റാർട്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി റീസ്കെഡ്യൂൾ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഈ സമയങ്ങളെ കാണാൻ നമുക്കുണ്ടാവേണ്ടതാണ്. അതേപോലെ തന്നെ ആഗ്രഹത്തെ കുറിച്ചിട്ട് ഒന്നുകൂടി ആവർത്തിക്കാണ് വീണ്ടും വീണ്ടും. കുറച്ചോനെ കുറെ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ആളുകളെ യാത്ര അയച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രാർത്ഥനകളിൽ കുറച്ചവനെ അവിടെ ആരാ ഉള്ളത്? ഖുർആൻ സംസാരിക്കുന്നത് പോലെ അവിടെ മഖാമു ഇബ്രാഹിം ഉണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇബാദത്ത് ചെയ്ത സ്ഥലം അവിടെ ഉണ്ട്. അവിടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യവും കൗമാരവും കടന്നുപോയൊരു മണ്ണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തി ഉറങ്ങുന്ന റൗളത്തു ഷരീഫ് അവിടെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലുസുഫ എന്ന് പറയുന്ന മദ്രസ സംവിധാനം വളർന്നു വന്ന മണ്ണ് അവിടെ ഉണ്ട്. ഖദീജ ബീവിയുടെയും ആയിഷ ബീവിയുടെയും മഖ്ബറകൾ അവിടെ ഉണ്ട്. ബദ്ർ എന്ന് പറയുന്ന വലിയൊരു സാമൂഹിക വിപ്ലവം നടന്ന മണ്ണ് അവിടെ ഉണ്ട്. ഉഹുദ് എന്ന് പറയുന്ന വലിയൊരു സോഷ്യൽ ലെസൺ ലോകത്തിന് മുമ്പാകെ പഠിപ്പിച്ചു കൊടുത്ത മലകൾ അവിടെ ഉണ്ട്. അവിടെ സഫയും മർവയും ഉണ്ട്. ഹജറ ബീവി ഓടി നടന്ന ചരിത്രവും, പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കരച്ചിലിന്റെ ശബ്ദം അലയടിച്ചുയരുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. അപ്പൊ നമ്മളിൽ നിന്നും പോകുന്ന ഹാജിമാര്, നമ്മളിൽ നിന്നും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പോകുന്ന സഹോദരി സഹോദരന്മാർക്ക് കിട്ടുന്ന സൗഭാഗ്യം പ്രിയപ്പെട്ടവർ അത് ചെറുതല്ല എന്ന് മനസ്സിലാക്കുകയും അത് എനിക്കും കൂടി, ഞാനും കൂടി അവിടെ പോകാൻ ബാധ്യസ്ഥനാണ്. മനിസ്തതഇലൈഹി സബീല എന്ന് അള്ളാഹു പറഞ്ഞ, കഴിവുള്ളവർക്കാണ് അത് നിർബന്ധം എന്ന് പറഞ്ഞ ആ കഴിവിലേക്ക് എത്താനുള്ള ശ്രമം, പടച്ചവനെ എന്നെ അവിടെ എത്തിക്കാനുള്ള പ്രാർത്ഥനകൾ, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പ്രായഭേദമന്യേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്നും, ബാങ്ക് കൊടുക്കുമ്പം പള്ളിയിൽ പോകുന്ന സ്വാഭാവികത പോലെ ഹജ്ജ് ചെയ്യാനുള്ള ആഗ്രഹത്തിനും ചെയ്യാനുള്ള സൗഭാഗ്യത്തിനും വേണ്ടി ഞാനും നിങ്ങളും നിരന്തരം ശ്രമിക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ നമ്മളിൽ നിന്നും യാത്ര ചെയ്തു പോയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം ചെയ്ത് മടങ്ങി വരാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും സമാധാന അന്തരീക്ഷത്തിൽ സന്തോഷത്തിൽ മടങ്ങി വരാനുള്ള സൗഭാഗ്യം അവർക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പുണ്യഭൂമിയിൽ ചെന്ന് പോകാനും പരിശുദ്ധ ഹറമിൽ ചെന്ന് കാണാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിൽ ഒരു നേരമെങ്കിലും പോകാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ജീവിതാവസാനം വരെ പാലിച്ച് അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഒക്കെ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജയിലറകളിൽ കയറ്റുകൊണ്ടിരിക്കുന്ന, മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും നിരന്തരം സാക്ഷികളായി കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷുഹദാക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അള്ളാഹു നല്ല ഈമാനും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലൊരു കുടുംബാന്തരീക്ഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാന സമയം ഏറ്റവും സന്തോഷത്തോടു കൂടി പടച്ചവരിലേക്ക് പോകാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أقم الصلاة.